ഹലോ ഫ്രണ്ട്സ്, വിനേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫുഡ് ആൻഡ് ഹിസ്റ്ററി, അതായത് ഭക്ഷ്യചരിത്രത്തെ പറ്റിയാണ്. അപ്പോൾ അതിൽപ്പെട്ട പ്രധാന ചരിത്രകാരനായിരുന്നു ഫിലിപ്പെ ഫെർണാണ്ടസോ ആമസ്റ്റോ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻവിറോൺമെൻറ്റൽ ഹിസ്റ്ററി, അതായത് പാരിസ്ഥിതിക ചരിത്രത്തെ പറ്റിയാണ്. അപ്പോൾ പാരിസ്ഥിതിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രകൃതിപരമായി മനുഷ്യൻ്റെ സംസ്കാരത്തിലുണ്ടാകുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പഠന വിഷയമാക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് റോഡറിക് നാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡറിക് നാഷാണെന്ത് ഈ ഒരു പാരിസ്ഥിതിക ചരിത്രം അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഹിസ്റ്ററി എന്നുള്ള ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തന്നെയാണ് ഈ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ വിൽഡർനെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ്, എന്താണ് ഗ്രന്ഥത്തിൻ്റെ പേര്? വിൽഡർനെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ്. അപ്പോൾ ഈ ഒരു വിൽഡർനെസ് ആൻഡ് അമേരിക്കൻ മൈൻഡ് എന്നുള്ള ഗ്രന്ഥമാണ് ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഹിസ്റ്ററിയത്തെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ, അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അതായത് നല്ല കണക്ഷനുള്ള ബന്ധമുണ്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ പല രീതിയിൽ സ്വാധീനം ചെലുത്തും, അത് പ്രകൃതിയിൽ പല മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയും അത് ചരിത്രത്തിന് വളരെയധികം ഗുണകരമാവുകയും ചെയ്യുമെന്നുള്ള വാദമാണ് ഈ ഒരു റോഡറിക് നാഷ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ മനുഷ്യ ചരിത്രം നമുക്ക് രചിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു റോഡറിക് നാഷ് വാദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ഒരു പരിസ്ഥിതി ചരിത്രത്തെ മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് ഭൗതിക പാരിസ്ഥിതിക ചരിത്രം, അതായത് ഈ ഒരു സാധാ നോർമലായിട്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയിൽ മാറ്റം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഭൗതിക പാരിസ്ഥിതിക ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തത് സാംസ്കാരിക പാരിസ്ഥിതിക ചരിത്രം, അതായത് ഈ ഒരു പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെ സംസ്കാരങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സാംസ്കാരിക പാരിസ്ഥിതിക ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടോപ്പിക്കായ രാഷ്ട്രീയ പാരിസ്ഥിതിക ചരിത്രം, അതായത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നയങ്ങൾ, നിയമങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രകൃതിയിൽ ചെലുത്തുന്ന സ്വാധീനം, അതാണ് ഈ ഒരു രാഷ്ട്രീയ പാരിസ്ഥിതിക ചരിത്രം എന്ന നിലയിൽ പറയുന്നത്. അപ്പോൾ മൂന്ന് വിഭാഗങ്ങളുണ്ട്: ഭൗതിക പാരിസ്ഥിതിക ചരിത്രം, സാംസ്കാരിക പാരിസ്ഥിതിക ചരിത്രം, രാഷ്ട്രീയ പാരിസ്ഥിതിക ചരിത്രം. പിന്നെ അടുത്തൊരു ചെറിയൊരു ടോപ്പിക് എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥാ ചരിത്രം. അതായത് കാലാവസ്ഥാ ചരിത്രവും ഈ ഒരു പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ ഭാഗം എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഒരു കാലാവസ്ഥാ ചരിത്രത്തിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1750 എന്തായി, ഫ്രാൻസിൽ എൽനീനോ പ്രതിഭാസം ഉണ്ടായി. അങ്ങനെ ഈ ഒരു എൽനീനോ പ്രതിഭാസം വളരെയധികം നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജലദൗർലഭ്യമൊക്കെ ഉണ്ടാക്കാനിടയായതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾക്കറിയാം 1759 ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ചരിത്രകാരന്മാർ എണ്ണിവെക്കുന്നത് ഈ ഒരു 1750 എൽനീനോ പ്രതിഭാസമാണ്. അപ്പോൾ ഇത്തരത്തിൽ കാലാവസ്ഥാ ചരിത്രവും നമുക്ക് എന്താവാം, ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പാരിസ്ഥിതിക ചരിത്രം പഠിച്ചു. അതേമാതിരി പാരിസ്ഥിതിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ചരിത്രകാരൻ റോഡറിക് നാഷാണ്. പിന്നെ പ്രധാനമായും 3 രീതിയിലുള്ള പാരിസ്ഥിതിക ചരിത്രമുണ്ട്: സാംസ്കാരിക പാരിസ്ഥിതിക ചരിത്രം, രാഷ്ട്രീയ പാരിസ്ഥിതിക ചരിത്രം, ഭൗതിക പാരിസ്ഥിതിക ചരിത്രം. പിന്നെ അതേമാതിരി കാലാവസ്ഥാ ചരിത്രത്തെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതേമാതിരി തന്നെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾ കേൾക്കാത്ത വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ താങ്ക് യു.